എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ. ഇന്ന് ഞാൻ ചോറ്റാനിക്കര അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അത് യാതൊരു മുൻവിധിയുമില്ലാതെ അങ്ങനൊരു സാഹചര്യം ഉടലെടുക്കുകയും അങ്ങനെ ഇന്ന് എന്തായാലും അമ്മയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് മനസ്സിനകത്ത് അതിയായ ആഗ്രഹമുണ്ടാകുകയും ചെയ്തു. ഇത് തീർത്തും ഒഫീഷ്യലായിട്ടുള്ള ഒരു യാത്രയാണ് കൊച്ചിയിലേക്ക്. അപ്പോൾ പോകുന്ന വഴി അമ്മയുടെ ക്ഷേത്രത്തിന് അടുത്തുകൂടിയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ മനസ്സിനകത്ത് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു ചോറ്റാനിക്കര അമ്മയെ ദർശിക്കുക എന്നുള്ളത്. അങ്ങനെ എന്തായാലും ഇന്ന് അമ്മയുടെ ദർശനം അവിടെ പോയതിന് ശേഷം മാത്രമേ, ആ അമ്പലത്തിൽ പോയതിന് ശേഷം മാത്രമേ ഇനി ബാക്കി കാര്യങ്ങൾക്കുള്ളൂ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുക. ഇത് ഏതാണ്ട് അടുത്തെത്താറായി എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 5 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ആണ് ഇതിനടുത്തുള്ള ടൗണ്. അതിനടുത്തായിട്ടാണ് ഈ അമ്പലം വരിക. അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ്. രാത്രിയായിട്ടുണ്ട്, മഴയും പെയ്യുന്നു, വഴിയും അത്ര നിശ്ചയമില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് പോകുന്നത്. വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്, കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര അമ്മയുടേത്. അത് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആരോടും പറയേണ്ട കാര്യം തന്നെയില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഭക്തർക്കുണ്ടാകുന്ന മനോവിഷമങ്ങൾ, അത് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബാധ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടാകുന്നു. ബാധാശല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പലതരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ പല കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ദോഷങ്ങൾ ഉണ്ടാവുകയും ഈ ബാധാദോഷങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതം ഒരിക്കലും മുന്നിലോട്ട് നല്ല രീതിയിൽ പോകാത്തൊരു അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. നമുക്ക് എത്രത്തോളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, എത്രത്തോളം സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടില്ല ഇത്തരം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും കൂടുതൽ ഭക്തജനങ്ങളും ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിൽ എത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിലെത്തി തൊഴുന്നത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വ്രതം എടുക്കാനുള്ള സാധ്യതകളും അവിടെ ഒരുപാടാണ്. സാധാരണയായി 5 ദിവസം, 7 ദിവസം, 12 ദിവസം, 41 ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് അവിടെ വ്രത ആചാരങ്ങൾ ഉണ്ടാവുക. വ്രത ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നിർമാല്യം തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ഉച്ചയോടുകൂടി നമുക്ക് അവിടെ പൂജകളുണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസാദം കഴിച്ച് നമ്മൾ അമ്മയെ മാത്രം പ്രാർത്ഥിച്ച് ഒരു ദിവസം മുഴുവൻ അവിടെ കഴിയുന്നു. എല്ലാ തരത്തിലുള്ള ദീപാരാധനകളും പൂജകളിലും നമ്മൾ പങ്കെടുക്കുന്നു. നമ്മൾ അമ്മയെ കുറിച്ചുള്ള മന്ത്രങ്ങളും മറ്റും നമ്മൾ ആവർത്തിക്കുന്നു, ഉച്ചരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മനസ്സും ശരീരവും പൂർണ്ണമായും ദേവിക്ക് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്രതമായിരിക്കണം അത്. അതോടൊപ്പം തന്നെ വ്രതം എടുക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ അതിൻ്റെ വ്രത അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ വ്രതശുദ്ധി വരുത്തേണ്ടതാണ്. നമ്മൾ മാംസാഹാരങ്ങളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ കലുഷിതമാവുന്ന ഒരു തരത്തിലുള്ള ചിന്തകളും നമുക്ക് പാടില്ല. എല്ലാം പൂർണ്ണമായും ദേവിയിൽ അർപ്പിച്ച് ചോറ്റാനിക്കര അമ്മയെ മനസ്സുകൊണ്ട് പൂർണ്ണമായും ആവാഹിച്ച് അമ്മയിൽ അലിഞ്ഞു ചേർന്ന് വേണം നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കാൻ. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ. നമ്മൾ സാധാരണ ഒരു ദേവിയെ പ്രാർത്ഥിക്കുന്ന പോലെയല്ല, വളരെയധികം ശക്തിയുള്ള ദേവിയാണ്. രാജേശ്വരിയായിട്ട് വാഴുന്ന ഒരു അമ്മയാണ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാവുന്ന ദുഃഖങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഉണ്ടാവുന്ന ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ദേവിക്ക് കഴിയുമെന്നുള്ളതാണ്. അതുതന്നെയാണ് പല ഭക്തരും പറയുന്നത്. അപ്പോൾ ഇതിന് യാതൊരു സംശയവും വേണ്ട. ദേവിയെ അർപ്പിക്കുക, പൂർണ്ണമായും ദേവിയുടെ കാൽപാദത്തിൽ, ചരണത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം അർപ്പിക്കുക. നമ്മുടെ നാവിലും എപ്പോഴും ദേവിയെക്കുറിച്ചുള്ള മന്ത്രങ്ങളും മന്ത്രോച്ചാരണങ്ങളും പൊതുവായി എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന മന്ത്രങ്ങൾ, അത് വലിയ മന്ത്രങ്ങളെന്നല്ല, സാധാരണ രീതിയിലുള്ള ദേവിയെ പ്രാർത്ഥിക്കാവുന്ന മന്ത്രങ്ങൾ നമ്മൾ ചിട്ടയോടുകൂടി, വൃത്തിയോടുകൂടി, ശരീരത്തിൻ്റെ വൃത്തി വേണം, അതോടൊപ്പം മനസ്സിൻ്റെ വൃത്തിയോടുകൂടി നമ്മൾ സ്ഥിരമായി നമ്മൾ ഉരുവിടാവുന്നതാണ്. അപ്പോൾ ഇത് ഇനിയും കുറച്ചുകൂടെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. എപ്പോഴാണ് നടയടയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. പക്ഷേ മനസ്സിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് ആഗ്രഹിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും തന്നെയാണ് എൻ്റെ ജീവിതത്തിലുള്ള പല അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. പല ക്ഷേത്ര ദർശനങ്ങൾക്കും അത്തരം സാഹചര്യങ്ങൾ ഇടയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ കോട്ടയത്തുള്ള വേറൊരു
വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമായിരുന്നു കുമാരനല്ലൂർ അമ്പലം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അവിടെയും എൻ്റെ ദർശനം ഇതുപോലെ തന്നെ, എനിക്ക് ദർശിക്കാനൊരു സാഹചര്യം ഉണ്ടായത് ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ദേവി നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്, ദേവി നമ്മളെ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്കൊരു ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത്. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും വാക്കുകൾ പോലും അങ്ങനെയൊന്നും പറയാനുള്ള ഒരു അധികാരം നമുക്കില്ല. നമ്മളൊക്കെ വെറും സാധാരണ മനുഷ്യരാണ്. എങ്കിൽ പോലും ആ അമ്മയുടെ മനസ്സ്, അമ്മയ്ക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം, വാത്സല്യം, ഇത് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. സ്വന്തം അമ്മ തന്നെയാണ് ഈ ദേവി എന്നുള്ളത്. ആ ഒരു സങ്കല്പം തന്നെ പൂർണ്ണമായും നമ്മുടെ അമ്മ തന്നെയാണ്. ആ അമ്മയായി കണ്ട് തന്നെ, അതിനപ്പുറം വേറൊന്നില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ദൈവമായിട്ട് തന്നെ കണ്ട്, ദേവിയെ അമ്മയായി കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഒരു 200 മീറ്റർ കഴിഞ്ഞിട്ട് ഷാർപ്പ് റൈറ്റ് എന്നാണ് പറയുന്നത്. അത് ഇവിടെയാണെന്ന് തോന്നുന്നു. ഈ അശോക് റെസിഡൻസി എന്നൊരു ബിൽഡിംഗ് കാണാൻ, അവിടുന്ന് റൈറ്റ് എടുക്കാനാണ് പറയുന്നത്. റോഡ് വളരെ മോശമാണ്, അതോടൊപ്പം മഴയും വളരെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ വയ്യാത്ത രീതിയിൽ മോശമായി കിടക്കുന്നു. അത്രത്തോളം കുഴികളുണ്ട്. സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ നമുക്ക് വളരെയധികം അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഇവിടുന്ന് സ്ട്രൈറ്റ് പോകണം എന്നാണ് പറയുന്നത്. ചോറ്റാനിക്കര ജംഗ്ഷൻ എത്തുമെന്ന് പറയുന്നു. Turn left at Chotanakara Junction onto Chotanakara Vandapeta Road. Then your destination will be on the right. ഓക്കെ, നവരാത്രി മഹോത്സവത്തിൻ്റെ ഒരു ആർച്ച് ഇവിടെ കാണാം. ഇതാണോ അമ്മയുടെ നട എന്നറിയില്ല. ചോറ്റാനിക്കര ഇതാണോ എന്നൊന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സെക്കൻഡ് ചോദിക്കട്ടെ. ചേട്ടാ, ചോറ്റാനിക്കര അമ്പലം ഇതാണോ? ചോറ്റാനിക്കര അമ്പലം ഇതാണോ? എവിടെ പാർക്ക് ചെയ്യാൻ പറ്റും? അടുത്തുണ്ടോ? ആ, ഇവിടെ പാർക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കാണുന്നത് തന്നെയാണ് അമ്മയുടെ നട. ദേവിയുടെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേർന്നു. പാർക്കിംഗ് സ്പേസിലേക്ക് പോവുകയാണ്. പരിചയമില്ലാത്ത സ്ഥലമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പാർക്ക് ചെയ്ത് അമ്മയെ ദർശിക്കണം. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. പാർക്കിംഗ് ഇങ്ങോട്ടാണോ പാർക്കിംഗ്? അനിയത്തി, ഒരു കുട്ടിയെ കണ്ടു. പക്ഷെ അമ്പലത്തിലേക്ക് വരുന്ന വണ്ടി എവിടെയാ പാർക്ക് ചെയ്യുക? അമ്പലത്തിലേക്ക് വരുന്ന വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്? അങ്ങോട്ട് മുകളിലോട്ടോ? അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് കയറാനുള്ള വഴിയുണ്ടോ? അടുത്ത നടയിൽ കയറാം അല്ലേ? അല്ലേ, ശരി. ഇങ്ങോട്ട് പോയിട്ട് അത് കാർ പോകുന്നുണ്ടല്ലേ, അങ്ങോട്ട് കാർ സ്റ്റോപ്പ് ആയിട്ട് നേരോട്ടുണ്ട് അമ്പലത്തിലേക്ക്. ആണോ? ശരി, ഓക്കെ. അപ്പോൾ പാർക്കിങ്ങിന് ക്ഷേത്രം ചുറ്റി വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാർ പാർക്ക് ചെയ്യാൻ അടുത്ത് തന്നെയുള്ള വഴിയിൽ കൂടി ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ നടയിൽ അവിടെ ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കണ്ട നടയല്ലാണ്ട് മറുഭാഗത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇത്രയും ഏരിയ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നിറയെ ഭക്തജനങ്ങൾ ഇതുവഴി കയറാം. വലത്തേക്ക് ആൾക്കാർ കടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, അതുവഴി നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. അതിനിപ്പോൾ കാറ് പാർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പലപ്പോഴും പാർക്കിങ്ങിനൊരു സ്ഥലം കിട്ടാതെ വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടും. അതൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ
ഇവിടെയും നോക്കണം ഒരു സ്ഥലം കിട്ടുമെന്ന്. അത് ഒരുപാട് സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കാറ് പുറത്തോട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് പിന്നെ ഒരു അനക്കം ഇല്ലല്ലോ. അവരെ ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ കാർ ഇറക്കുന്നെങ്കിൽ വലിയൊരു ഭാഗ്യമായി. അവിടെ ഒരു പാർക്കിംഗ് സ്ലോട്ട് കിട്ടും. അടുത്ത് തന്നെ ഇറങ്ങിയിട്ട് അധിക ദൂരം നടക്കാതെ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ലോട്ടാണത്. നോക്കട്ടെ, അവർ റിവേഴ്സ് എടുക്കുന്നുണ്ട്. പാർക്ക് ചെയ്യാനാണോ റിവേഴ്സ് എടുത്തുകൊണ്ട് പോകാനാണോ എന്താ നോക്കട്ടെ. ഇവിടെയൊക്കെ കുങ്കുമം നിറയെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കുങ്കുമല്ലേ? കുങ്കുമം വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നല്ലേ? ഇത് കുറച്ചായിട്ട് കിട്ടും. എത്ര ഗ്രാം മിനിമം കിട്ടുക? 30 ഗ്രാമോ? ഇത് എവിടെ നിന്ന് ഒറിജിനൽ കുങ്കുമമാണോ ഇത്? എത്ര 30 ഗ്രാം എത്രയാണ്? 30 രൂപ. ഓക്കെ, ശരി. അത് അവിടെ അർച്ചനയ്ക്കെല്ലാം കൊടുക്കാനുള്ളതാണോ അതോ നമുക്ക് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? നടയിൽ കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ സമയം കഴിഞ്ഞോ? അവിടെ കൂപ്പൺ എടുക്കണോ? കൂപ്പൺ എടുത്തിട്ടാണോ? നമുക്കിത് അർപ്പിക്കാൻ പറ്റും അല്ലേ? കൂപ്പൺ എടുക്കണോ അതിന് വേണ്ടിയിട്ട്? നടയിൽ ഇത് കൊടുക്കാം അല്ലേ? ആ, ഇത് ഉടുപ്പ് കൂരണോ? ഓക്കെ ഓക്കെ. ബാഗ് കൊണ്ടുപോകാൻ പറ്റുമോ? അത് പറ്റില്ല. ഓ, പിന്നെ അത് വാങ്ങിയിട്ട് കാര്യമില്ല. ആ ഹാ, ഇതാണ് അമ്പലം. അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കുങ്കുമം കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഷർട്ടൊക്കെ ഊരി ലാപ്ടോപ്പുള്ള ബാഗാണ്. അത് കൗണ്ടറിൽ കൊടുത്തിട്ട് പോകാനും ധൈര്യമില്ല. അത് കാരണം അതുമായിട്ട് പിന്നെ ദേവിയെ തന്നെ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കുങ്കുമം കൊടുക്കുന്നത് പിന്നെ ആകാം, കുങ്കുമം അർപ്പിക്കുന്നത് പിന്നെ ആകാമെന്ന് വിചാരിച്ചു. ദേവസ്വം വഴിപാട് കൗണ്ടർ ഇവിടെ ഉണ്ട്. അത് ചോദിച്ച് നോക്കിയാൽ ചെരുപ്പ് ഇവിടം വരെ ഷൂ ഇടാൻ പാടുള്ളൂ അല്ലേ? ചെരുപ്പൊക്കെ പ്രധാന നട ഇതാണോ ആ സൈഡാണോ? അപ്പുറത്താണ്. ഇതാണ് അമ്പല പരിസരം. ചോറ്റാനിക്കര ദേവിയുടെ ക്ഷേത്രമാണ്. ഓ, അകത്തേക്ക് തൊഴാൻ വേണ്ടി ക്യൂ നിന്ന് വേണം കയറാൻ. അത് ഷർട്ടൊക്കെ ഊരി ബാഗും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനൊരു പ്രശ്നം. ഇതിൽ നിന്ന് തൊഴാനുള്ളൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ.
ചേട്ടാ അകത്ത് ബാഗ് കൊണ്ടുപോകാൻ പാടുണ്ടോ? അകത്ത് ബാഗ് കൊണ്ടുപോകാൻ പാടുണ്ടോ? ആണോ, അവിടെ ചോദിക്കാം അല്ലേ. ബാഗ് അകത്ത് കൊണ്ടുപോകാൻ പാടുണ്ടോ? ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോകാൻ നടക്കില്ല. വളഞ്ഞു വന്നു ഒരു മഴയത്ത് മഴയില്ല ഇതില്. കീഴേക്കാവിലെ പ്രതിഷ്ഠ എന്താണ്? ദേവിയുടെ എന്താണ്? ഭദ്രാളി വല്ലതും ആണോ? ഭദ്രാളിയാണല്ലേ. അടുത്തുള്ള ആനയാണ്, അമ്പലത്തിലെ ശിവയിലേക്കുള്ള ആനയാണ്. ശിവേലി 8 മണി കഴിഞ്ഞിട്ട് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ സമയം 8:15. ശിവേലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഇവിടെ കൂടി നിൽക്കുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ഈ മന്ത്രം ഉച്ചത്തിൽ ഉരുവിടുന്നുണ്ട്. ഭാരത്തിനുള്ള ത്രാസാണ്. ശിവേലിക്കുള്ള തുടക്കമായി അഗസ്വരക്കാരൊക്കെ ഇതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്.
ശിവേലിയോടൊപ്പം ഞാനും പോവുകയാണ്. ക്ഷേത്രത്തെ വലം വെച്ചിട്ടുള്ള ശിവേലിയാണ്. ചില ദിവസങ്ങളിൽ 3 പ്രാവശ്യവും ചില ദിവസങ്ങളിൽ 8 പ്രാവശ്യവും ആണ് ശിവേലി ഇവിടെ നടത്തുന്നതെന്നാണ് പറയുന്നത്. ദേവിയെ വന്നിച്ചിട്ട് തിരികെ പോവുകയാണ്. കീഴേക്കാവിലെ നട അടച്ചു. ഇനി കീഴേക്കാവിൽ ആണ്. ഇനി ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും കീഴേക്കാവിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ കുരിശി ഉണ്ടാവും. ഇതാണ് കീഴേക്കാവ്. കുരിശി ഉണ്ടാവും അവിടെ. കീഴേക്കാവ് അമ്പലം അടച്ചതിന് ശേഷം തിരുമേനിമാർ താഴേക്ക് പോവാണ്. കീഴേക്കാവിലേക്ക് പോവാണ്. ഇനി അവിടെയാണ് കുരിശിയൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ നിറയെ സ്റ്റോറുകൾ ഇതിനടുത്തായിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. പൂജ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ദൈവങ്ങളുടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എണ്ണ, ബാക്കി തേങ്ങ, നാളികേരം, കുങ്കുമം, ഭസ്മം, ചന്ദനം ഇതെല്ലാം തന്നെ ഇവിടെ കിട്ടുന്നതാണ്. മാത്രമല്ല പൂജ ബുക്കുകളുമുണ്ട്. നമ്മുടെ മന്ത്രങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ബുക്കുകളും അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് അകത്ത്. അത് നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. മനോഹരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. ഞാനിവിടെ നിന്ന് കുറച്ച് ബുക്കൊക്കെ വാങ്ങിയായിരുന്നു. പ്രാർത്ഥന മന്ത്രങ്ങളും ഒക്കെ ഇവിടെ കിട്ടുന്നതാണ്. കച്ചവടക്കാർ ഇതിനകത്തുണ്ട്. 2-3 പേരെ ഞാൻ കണ്ടു. അവരും ജീവിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇത് കീഴേക്കാവ് ക്ഷേത്രമാണ്. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മേലേക്കാവിൽ 3 പ്രതിഷ്ഠകളാണുള്ളത്. ഒരേ പ്രതിഷ്ഠേൻ്റെ 3 ഭാവങ്ങളിലാണ്. രാവിലെ സരസ്വതിയുടെ രൂപവും അതിനുശേഷം 7 മണി മുതൽ വൈകുന്നേരം വരെ പിന്നെയുള്ളത് ഭദ്രകാളിയും വൈകുന്നേരം ദുർഗയും അങ്ങനെയാണുള്ളത് മേലേക്കാവിൽ. കീഴേക്കാവിൽ ഭദ്രകാളി തന്നെയാണ് എപ്പോഴും രൂപമായിട്ടുള്ളത്. വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഈ കീഴേക്കാവിൽ ഗുരുസി ഒരു ദിവസം ഒരാളുടെ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. 37,000 രൂപ മറ്റാന്ന് തോന്നുന്നു. 2031 വരെ ബുക്കിംഗാന്ന് പറഞ്ഞു. കുരിശിയിൽ അത് കുറേ നേരത്തെ ഒരു പൂജയാണ് ഭദ്രകാളിയുടേത് കീഴേക്കാവിലെ.
അതിൽ അതിൻ്റെ നാദം ഇങ്ങനെ ഉയർന്നതനുസരിച്ചിട്ട് വാദ്യമേളം ഉണ്ടല്ലോ, അപ്പോൾ അത് വരുന്നതനുസരിച്ചിട്ട് പലരും ഒഴിച്ച് തുള്ളുകയും ഒക്കെ ചെയ്ത് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്, കൂടുതലും ലേഡീസായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്തായാലും അവർക്കൊക്കെ നല്ലതുണ്ടാവട്ടെ, മനസ്സിന് ശാന്തതയും സമാധാനം ഉണ്ടാവട്ടെ. ദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വന്നിരിക്കണം. അവസാനം ഈ ഗുരുതി കഴിഞ്ഞിട്ട് അവർ ആ ചുവന്ന വെള്ളം, അത് രക്തത്തിനും തുല്യമായിട്ടുള്ള രീതിയിൽ ചുണ്ണാമ്പും മഞ്ഞളും ഒക്കെ ചേർത്തതാണ്. മധുരം ഉണ്ടായിരുന്നു, അത് കുറച്ച് കുടിക്കാൻ എല്ലാവർക്കും തരും. ചിലർ ചെറിയ ടിന്ന് കൊണ്ട് വെച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കയ്യിൽ വാങ്ങിയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കി. തീർച്ചയായിട്ടും ഒരു വളരെ ദൈവിക ചൈതന്യമുള്ള ഒരു അമ്പലം തന്നെയാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. ഇപ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് കുറേ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ, റെസിഡൻസി. അവിടെ ഒരെണ്ണം ഭഗവതി എന്ന് പറഞ്ഞുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണം ചോറ്റാനിക്കര അമ്മ റെസിഡൻസി, പിന്നെ NSS ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട്. ഇവിടെ ഉണ്ട് റൂംസ്, ഡോർമെറ്ററി, ഹാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഇതിനടുത്ത് തന്നെ ഉണ്ട്. പാർക്ക് ചെയ്യാൻ നല്ല വിശാലമായിട്ടുള്ള ഗ്രൗണ്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഉണ്ട്. കയറുമ്പോൾ ഒന്ന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അമ്പലത്തിൻ്റെ. അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് പുറപ്പെടുകയാണ് എറണാകുളത്തേക്ക്. എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇതെപ്പോഴും നമുക്ക് വരാൻ പറ്റുന്നതല്ല, കുറച്ച് ദൂരം ഉണ്ട് എൻ്റെ നാട്ടിൽ നിന്ന്. എങ്കിലും ഇത് ഇവിടെ വരാനും ഇതുവഴി പാസ് ചെയ്ത് പോകാനും ഇവിടെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സിൽ ദേവി തോന്നിച്ചതും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അമ്മേ ശരണം, ദേവി ശരണം.